ഞാൻ ഇന്ന് ഒരു തനി നാടൻ ഒരു പുളിങ്കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത്. തനി നാടൻ എന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഈ പുളിങ്കറി വെച്ച് കൂട്ടിയിട്ടാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ആട്ടോ. അധികം നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ടതായ വലിയതായിട്ട് സാധനങ്ങളൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് പരിപ്പാണ്. അതൊരു 50 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേവിച്ച് വെച്ചേക്കുവാണ് കേട്ടോ, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ചേമ്പിന്റെ താളാണ്. ഒരു ചേമ്പിന്റെ താളാണ് ഞാൻ അതിന്റെ നാരെല്ലാം വലിച്ചു കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോന്ത് കപ്പളങ്ങയാണ്. അപ്പൊ നമുക്ക് ഇത്രയും കൂട്ടം മാത്രം മതി ഈ പുളിങ്കറിക്ക്. ഏറ്റവും നല്ല സ്വാദുള്ളൊരു പുളിങ്കറിയാണ്. എല്ലാവരും ഇതുപോലെയൊന്ന് വെച്ച് നോക്കണേ. ഈ ഒരു പുളിങ്കറിയുടെ കൂടെ നമുക്ക് ഒരു പപ്പടം കാച്ചിയതോ ഒരു ഉണക്കമീൻ വറുത്തതോ മാത്രം മതി. നമുക്ക് വയറ് നിറച്ച് ചോറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുളിങ്കറിക്ക്. അപ്പൊ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് അടിച്ച് വേവിച്ച് വെച്ചേക്കാണ്. അത് നമുക്ക് ഈ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കപ്പളങ്ങ, നമ്മുടെ ചേമ്പിന്റെ താള്, ഉള്ളി, നമ്മളിതെല്ലാം ഇട്ട് ഇനി നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം മതി വേകാനായിട്ട്, കാരണം പരിപ്പ് വെന്തതായതുകൊണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിലോട്ട് എടുത്തു വെക്കാം. അപ്പൊ നമ്മുടെ കപ്പളങ്ങായും ചേമ്പുംതാളും ഉള്ളിയും നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പോലെ അത് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഉടയ്ക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ കഷ്ണമൊക്കെ കിടക്കണം. ഈ പരിപ്പൊക്കെ ഇതുപോലെ നമ്മൾ പുളിങ്കറിക്കകത്ത് ഇങ്ങനെ കാണണം. അതുകൊണ്ട് നമുക്ക് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന കൂട്ടെല്ലാം ചേർത്ത് കൊടുക്കാതെ. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. ഇനി ആവശ്യത്തിന്, ഇതിന് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല, കാരണം നല്ല എരിവ് ഇതിന് പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ്, നന്നായിട്ട് ഒരു സ്പൂൺ ഇല്ല, ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിന് നമുക്ക് മല്ലിപ്പൊടി നല്ല പോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അതിന്റെ അളവിന് ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തില് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു പുളി മുന്നിൽ നിൽക്കണം ഇതിന്. അതുകൊണ്ടാണ് ഇത് പുളിങ്കറി എന്ന് പറയുന്നത്. നമുക്കിത് വെള്ളം പോരാ, ഇത് അല്പം കുറുകിയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇച്ചിരി നീട്ടി വേണം ഈ പുളിങ്കറി എടുക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നീട്ടമൊക്കെ മതിയേ. നല്ല കൊഴുപ്പ് കൊണ്ട് ഈ കളറും ഒക്കെ മതി. നമുക്ക് ഒരുപാട് എരിവ് ഇതിന് പാടില്ല. നമുക്ക് 2 തണ്ട് കരിയാപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ പുളിങ്കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിന് കടുക് വറക്കാവേ. കടുക് വറക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. ഞാനൊരു 2 ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക്
ആവശ്യത്തിനുള്ള കരിയാപ്പില കൂടെ, കുറച്ചുകൂടി കരിയാപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ കടുക് വറുത്തത് നമ്മുടെ പുളിങ്കറിയിലേക്ക് ഇട്ട് കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കധികം പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പറമ്പിലെ കപ്ലങ്ങായും ചേമ്പും താളും പിന്നെ പരിപ്പും ഉള്ളിയും മാത്രം മതി. നല്ല സ്വാദുള്ളൊരു പുളിങ്കറിയാണ്. എല്ലാവരും ഇതുപോലൊരു പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് ഷെയറും ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.